ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം. അപ്പം നമുക്ക് ചുറ്റും കാണുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങളും ഇലകളൊക്കെ ഭൂമിയിലേക്ക് വീഴൂലേ? അപ്പം അത് വീഴാനുള്ള കാരണം എന്താ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? മുകളിൽ നിന്ന് ഒരു സാധനം വെറുതെ അങ്ങനെ താഴേക്ക് വീഴും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ അങ്ങനെ താഴേക്ക് വീഴാനായിട്ട്? പിന്നെ നമ്മൾ ഒരു കല്ല് മുകളിലേക്ക് എറിയുന്ന സമയത്ത് അത് താഴേക്ക് തിരിച്ചു വരൂലേ? അതെന്തുകൊണ്ടാണ്? അതേപോലെ പക്ഷികളെ മേലിൽ നിന്നൊക്കെ തൂവൽ പൊഴിഞ്ഞു കഴിഞ്ഞാൽ അത് എയറിലിങ്ങനെ തങ്ങി നിൽക്കുകയല്ലല്ലോ ചെയ്യുക, അത് താഴേക്ക് വീഴുകയല്ലേ ചെയ്യുക. അപ്പം എന്തായിരിക്കും വീഴാനുള്ള കാരണം? അപ്പം ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു ബലം അതിൻ്റെ മേലെ പ്രയോഗിക്കപ്പെട്ടിട്ടായിരിക്കൂലേ ഇതിങ്ങനെ താഴേക്ക് വരുന്നുണ്ടാവുക? ആ ബലം എന്താണ്? ഇപ്പം കിണറുകളൊക്കെ കല്ലുകൾ വെച്ച് ഫില്ല് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം ഈ കല്ല് വെച്ച് കിണറുകളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഇടുന്ന കല്ലുകൾ താഴേക്കല്ലേ പോകുന്നത്? ഏറ്റവും അടിത്തട്ടിലേക്കല്ലേ ആദ്യം തന്നെ കല്ലുകൾ ഇടുന്ന സമയത്ത് കല്ലുകൾ ആകർഷിക്കപ്പെടുക. അപ്പം അതിനെന്തായിരിക്കും കാരണം? അതും ഇതേപോലെ തന്നെ ആ കല്ലിൻ്റെ മേലെ ഒരു ബലം പ്രയോഗിക്കപ്പെട്ടിട്ടല്ലേ. പിന്നെ ഭൂമീൻ്റെ മേലെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലേ? നമ്മൾ ചരിഞ്ഞ് വീഴുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതും ആലോചിച്ച് നോക്ക്. ഒരു ബലം നമ്മുടെ മേലെ കൃത്യമായിട്ട് പ്രയോഗിക്കപ്പെട്ടിട്ടായിരിക്കൂലേ നമുക്ക് നല്ല രീതിയിൽ ഭൂമിയുടെ പ്രതലത്തിൻ്റെ മേലെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. നമ്മൾ ഈ പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പ്രയോഗിക്കപ്പെടുന്ന ഇതിനൊക്കെ കാരണമായിട്ടുള്ള ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. ഈ ആകർഷിക്കുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. അപ്പം എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഇങ്ങനെ ആകർഷിക്കുന്ന ആ ഒരു ബലത്തിന് വിളിക്കുന്ന പേരാണ് ഗുരുത്വാകർഷണ ബലം, ഭൂഗുരുത്വാകർഷണ ബലം. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു പ്രവർത്തനമാണ്, ഒരു സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ജനൽ കമ്പിയിൽ ഒരു ഭാഗം ഉറപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ താഴെയുള്ള കൊളുത്ത് കൈകൊണ്ട് പിടിച്ച് വലിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് കഴിയുക? സ്പ്രിങ് വലിയും. നമ്മൾ താഴത്തെ കൊളുത്ത് വലിക്കുന്ന സമയത്ത് സ്പ്രിങ് വലിയും. അപ്പം അതിൽ ഒരു റീഡിങ് കാണിക്കും. അവിടെ സ്പ്രിങ് എന്തുകൊണ്ടാണ് വലിയുന്നത്? കൈ കൊണ്ട് നമ്മൾ അവിടെ ഒരു ബലം പ്രയോഗിച്ചു. കൈകൊണ്ട് നമ്മൾ അവിടെ ഒരു ബലം പ്രയോഗിച്ചത് കൊണ്ടാണ് അവിടെ സ്പ്രിങ് വലിഞ്ഞത്. ആ ബലത്തിൻ്റെ റിസൾട്ടായിട്ടാണ് അവിടെ സ്പ്രിങ് വലിഞ്ഞത്. അപ്പം സ്പ്രിങ് വലിഞ്ഞ സമയത്ത് സ്പ്രിങ് ബാലൻസിൽ ഒരു റീഡിങ് കാണിക്കും. ആ റീഡിങ് അല്ലേ നമ്മൾ പ്രയോഗിച്ച ബലം? ആ റീഡിങ്ങിന് ഈക്വൽ ആയിരിക്കും നമ്മൾ പ്രയോഗിച്ച ബലം. ആ സ്പ്രിങ് ബാലൻസിൽ എത്ര ന്യൂട്ടണാണ് റീഡിങ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ന്യൂട്ടൺ ബലം തന്നെയായിരിക്കും നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടാവുക. ഇനി അടുത്ത കേസ്, ഈ സ്പ്രിങ് ബാലൻസിൽ ഒരു വെയിറ്റ് നമ്മളിടുക, 100 ഗ്രാമിൻ്റെ ഒരു തൂക്കക്കട്ടി ഇടുക. അപ്പോഴും എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? അപ്പോഴും ഈ സ്പ്രിങ് വലിയും, സ്പ്രിങ്ങിൽ വലിവുണ്ടാകും. സ്പ്രിങ് ബാലൻസിൽ ഒരു റീഡിങ് കാണിക്കും. അപ്പം ഇവിടെ ആ 100 ഗ്രാം മാസ് കാരണം ഉള്ള ബലമാണ് ആ സ്പ്രിങ്ങിനെ താഴേക്ക് വലിച്ചത്. ആ 100 ഗ്രാം മാസ് നമ്മൾ താഴെ ഇട്ടത് കൊണ്ടാണ് ഇവിടെ ആ ഒരു ബലം സ്പ്രിങ് ബാലൻസിൽ വന്നതും അത് കാരണമായിട്ട് അവിടെ റീഡിങ് കാണിച്ചതും. ഇനി 100 ഗ്രാം മാസ് ഇടുന്ന സമയത്ത് സ്പ്രിങ് ബാലൻസിലെ റീഡിങ് എത്രയായിരിക്കും? ഒരു 0.98 അല്ലെങ്കിൽ ഒരു 1.98, 1 ക്ലോസ് ആയി 1 ന്യൂട്ടനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു റീഡിങ് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പം ഇവിടെ ഭൂമി ആ വസ്തുവിനെ ആകർഷിച്ചത് കൊണ്ടാണ് ആ ഒരു ബലം അവിടെ പ്രയോഗിക്കപ്പെട്ടത്. ഇതിന് കാരണം ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഇനി 100 ഗ്രാം മാസിന് പകരം നമ്മൾ 200 ഗ്രാം മാസുള്ള തൂക്കക്കട്ടിയിടുക.
അപ്പം എന്താ അവിടെ ചേഞ്ച് ഉണ്ടാവുക? അവിടെ സ്പ്രിംഗ് ബാലൻസ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു റീഡിങ് കാണിക്കും, പക്ഷേ ആ റീഡിങ് കൂടുതലായിരിക്കും. അപ്പം ഇവിടെ സ്പ്രിംഗ് ബാലൻസിൽ കൂടുതൽ വലിവ് ബലം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് റീഡിങ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം അവിടെ ഒരു 1 ന്യൂട്ടൺ റേഞ്ചിൽ ഉള്ള റീഡിംഗ് ആണ് കാണിച്ചതെങ്കിൽ ഇവിടെ 2 ന്യൂട്ടൺ അല്ലെങ്കിൽ 2 ന്യൂട്ടനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാസ് കൂടുന്ന സമയത്ത് ആകർഷണ ബലത്തിന് എന്താണ് സംഭവിക്കുന്നത്? ആകർഷണ ബലം കൂടുകയാണ് ചെയ്യുന്നത്. മാസ് കൂടുന്ന സമയത്ത് ആകർഷണ ബലം കൂടുന്നു. അപ്പം ആകർഷണ ബലത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മാസ് എന്ന് പറയുന്നത്. എന്നാൽ മാസ് മാത്രമായിരിക്കും ആകർഷണ ബലത്തിനെ സ്വാധീനിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് അകലം, സ്ഥാനം, ഉയരം ഇതൊക്കെ വെച്ച് എന്താണ് മാറ്റമുണ്ടാവുന്നതെന്ന് നോക്കാം. അപ്പം ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം വസ്തുവിൻ്റെ മാസ് സെയിം ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആദ്യത്തെ കേസിൽ വസ്തു വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ വസ്തു വെച്ചിരിക്കുന്ന സമയത്ത് വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകർഷണബലം എന്ന് പറയുന്നത് 980 ന്യൂട്ടനാണ്. ഇനി രണ്ടാമത്തെ കേസിൽ വസ്തു വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 1,00,000 മീറ്റർ ഉയരത്തിലാണ്. അപ്പം വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലം എന്ന് പറയുന്നത് 950 ന്യൂട്ടനാണ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വസ്തുവിനെ ഉയർത്തിയ സമയത്ത് അവിടെ ആകർഷണ ബലം കുറഞ്ഞു. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസിൽ വസ്തു സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 10,00,000 10,00,000 മീറ്റർ ഉയരത്തിലാണ്. അപ്പം വസ്തുവിനെ വീണ്ടും ഉയരത്തിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകർഷണ ബലം എന്ന് പറയുന്നത് 730 ന്യൂട്ടനാണ്. അവിടെ ആകർഷണ ബലം വീണ്ടും കുറയാണ് ഉണ്ടായത്. അപ്പം എവിടെ വെച്ച സമയത്താണ് വസ്തു എവിടെ വെച്ച സമയത്താണ് ആകർഷണബലം കൂടുതൽ അനുഭവപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഉപരിതലത്തിൽ വെച്ച സമയത്താണ് വസ്തുവിൽ കൂടുതൽ ആകർഷണബലം അനുഭവപ്പെട്ടത്. ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം കൂടുന്ന സമയത്ത് ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭൂമി ആ വസ്തുവിൽ കൊടുക്കുന്ന ആകർഷണ ബലം കുറയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഭൂഗുരുത്വാകർഷണ ബലത്തിനെക്കുറിച്ച് എന്തൊക്കെ അറിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്, അതിൻ്റെ കേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നത്. വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആകർഷണബലം കൂടുന്നുണ്ട്. വസ്തുവിലേക്കുള്ള അകലം കൂടുന്ന സമയത്ത് ആകർഷണബലം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ വേലിയേറ്റം, വേലിയിറക്കം ഇങ്ങനത്തെ പ്രതിഭാസങ്ങളെക്കുറിച്ചൊക്കെ കേട്ടില്ലേ? കടലിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് വേലിയേറ്റം, വേലിയിറക്കൊക്കെ. ഇതിനുള്ള കാരണം എന്താ? ഭൂമിയിൽ സൂര്യനും ചന്ദ്രനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം, ഭൂമിയും സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലമാണ് ഇതിന് കാരണം. അപ്പം ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമി മാത്രമല്ല, ഭൂമിയെപ്പോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള മറ്റ് ഗോളങ്ങളും ഇതേപോലെ തന്നെ ആകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഈ ഗോളങ്ങളിലൊക്കെ ഗുരുത്വാകർഷണ ബലമുണ്ട്, പക്ഷേ അത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണ ബലത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു നിയമം പ്രസ്താവിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ഈ നിയമത്തിന് വിളിക്കുന്ന പേരാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. ഈ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്താണ് പറയുന്നത്? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതേപോലെ തന്നെ അവ തമ്മിലുള്ള അകലം എടുക്കുകയാണെങ്കിൽ ആ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അവ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും മാസിൻ്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവയുടെ രണ്ട് വസ്തുക്കളുടെയും കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലമെടുത്ത് അതിൻ്റെ വർഗം
നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഇനി നമുക്കിതെങ്ങനൊരു സമവാക്യ രൂപത്തിലേക്ക് മാറ്റാമെന്ന് നോക്കാം. നമ്മളിവിടെ പരിഗണിക്കുന്നത് M1 M2 മാസുള്ള 2 വസ്തുക്കളാണ്. ആ വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് D ആണ്. അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം F ആണെന്ന് കണക്കാക്കുക. അപ്പം ആദ്യം തന്നെ പറയുന്നത് പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. മാസുകൾ M1 M2, ഗുണനഫലം M1 ഇൻറ്റു M2. അപ്പം F നേരനുപാതത്തിലാണ് M1 ഇൻറ്റു M2. രണ്ടാമതായിട്ട് പറയുന്നത് അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീതാനുപാതത്തിലാണ്. അകലം D, അകലത്തിൻ്റെ വർഗം D², വിപരീതാനുപാതം എന്ന് പറയുന്ന സമയത്ത് F പ്രപ്പോർഷണൽ ടു 1/D². അപ്പോൾ നമ്മളത് ചേർത്തിടുന്ന സമയത്ത് F പ്രപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ D² എന്ന് എഴുതാം. ഇനി ആ ഒരു പ്രപ്പോർഷണാലിറ്റി മാറ്റി ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക്, ഒരു സമവാക്യത്തിൻ്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റുമ്പോൾ G M1 M2 ബൈ D² എന്ന് കിട്ടും. ഇതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. G M1 M2 ബൈ D². അതിൽ G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഈ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് മാറാത്തൊരു കാര്യമാണ്. പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഇതേ മൂല്യം തന്നെയായിരിക്കും. ഈ മൂല്യം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. നമ്മൾ ജിക്കൊരു നിർവചനം പറയുകയാണെങ്കിൽ M1 നമ്മൾ 1 കിലോഗ്രാം ഇട്ട് കൊടുക്കുക, M2 നമ്മൾ 1 കിലോഗ്രാം ഇട്ട് കൊടുക്കുക, ഡിക്ക് നമ്മൾ 1 മീറ്റർ ഇട്ട് കൊടുക്കുക. അപ്പം F = G എന്ന് നമുക്ക് കിട്ടും. M1 M2 1 കിലോഗ്രാമും D 1 മീറ്ററും ആവുന്ന സമയത്ത് F = G ആണ്. അതായത് 1 കിലോഗ്രാം മാസുള്ള 2 വസ്തുക്കൾ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ആകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എന്തായിരിക്കും? G ന്യൂട്ടൺ ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഗുരുത്വാകർഷണ ബലം പറഞ്ഞു, ഗുരുത്വാകർഷണ നിയമം പറഞ്ഞു.